നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ കണ്ണൂർ BSNL ഭവനിൽ ആരംഭിച്ചു. കിലയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെന്റർ പ്രവർത്തിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെയും പരിപാടികളുടെയും ജില്ലാതല പരിശീലനങ്ങൾ ഈ കേന്ദ്രം വഴിയാണ് നടപ്പിലാക്കുന്നത്. കണ്ണൂർ BSNL ഭവനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സെന്റർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ മുഖ്യാതിഥിയായി. സുസ്ഥിര വികസനത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ദ്വിദിന പരിശീലക പരിശീലനം തൃശൂർ കിലയിൽ നടന്നു. ജില്ലയിലെ വിവിധ കോർഡിനേറ്റർമാരും ഉദ്യോഗസ്ഥരും പരിശീലനത്തിൽ പങ്കെടുത്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN പരിപാടിയിൽ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ആലപ്പുഴ ജില്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും തയ്യാറാക്കലും ഗവേഷണവും ലക്ഷ്യമിട്ട് അന്നശ്രീ സെൻട്രൽ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ സംരംഭവും കാറ്ററിംഗ് പരിശീലനം നൽകുന്ന മാസ്റ്റർ ട്രെയിനിംഗ് ഏജൻസിയുമായ അതേഭ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് IFRM പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. മാടക്കത്തറയിൽ സെന്ററിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂൺ 22 റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. വൻകിട കാറ്ററിംഗ് ജോലികളും ഭക്ഷണ ഓർഡറുകളും ഏറ്റെടുത്ത് നടത്താൻ കുടുംബശ്രീ സംരംഭകർക്ക് സെന്റർ മുഖേന പരിശീലനം ലഭ്യമാക്കും. പച്ചക്കറി കൃഷി ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് കുടുംബശ്രീ കൃഷി സംഘങ്ങൾക്ക് സഹായവും വ്യത്യസ്തവും പ്രാദേശികവുമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഗവേഷണവും സെന്ററിലൂടെ നടത്തും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെയും സഹായത്തോടെയാണ് കുടുംബശ്രീ പൂർണ്ണമായും മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ബന്ദിപ്പൂവ് കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ നിർവഹിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ പൂക്കളുടെ ആവശ്യകത മുൻകൂട്ടി കണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. KSCDCയുടെ ഉടമസ്ഥതയിലുള്ള കൊട്ടിയത്തെ ഭൂമിയിലാണ് കൃഷി ആരംഭിക്കുന്നത്. ഇരവിപുരം കൃഷിശ്രീയിൽ നിന്നും ലഭ്യമായ 15,000 മികച്ച ബന്ദി തൈകളാണ് ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. 45 ടൺ ബന്ദിപ്പൂക്കൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂക്കളുടെ വിൽപ്പനയിലൂടെ 4 ലക്ഷം രൂപയുടെ വരുമാനം കണ്ടെത്താൻ കഴിയും. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, വൈസ് പ്രസിഡന്റ് H ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി കുടുംബശ്രീ വാർഡുതലത്തിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ പദ്ധതി മാതൃകാപരമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ. ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കുന്നത്. വീൽചെയർ, വാക്കർ, എയർ വാട്ടർ ബെഡുകൾ തുടങ്ങി കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, വീടുകളിലെത്തി പരിചരണം, നിർധന രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ്, ADS ചികിത്സാ സഹായ നിധിയായ കരുതലിൻ്റെ കരങ്ങളിൽ നിന്ന് അടിയന്തര ചികിത്സാ സഹായം എന്നിവയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഉദ്ഘാടന പരിപാടികളും നടന്നു. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ 100 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ പോസ്റ്റർ പ്രചാരണ പരിപാടിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 73, ബ്ലോക്ക് തലത്തിൽ 11, നഗരസഭാ തലത്തിൽ 6 സമ്പർക്ക പഠന കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പ്രചാരണം സംഘടിപ്പിക്കും. പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച ജില്ലാ സാക്ഷരതാ മിഷൻ ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PM അബ്ദുൽ കരീം, മോണിറ്ററിംഗ് ചുമതലയുള്ള ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ R സിംല, താര തോമസ്, PK ബിന്ദു, PK ഓമന, ജെസി ജോസ് എന്നിവർ പങ്കെടുത്തു. പ്രചാരണം ജൂൺ 30 അവസാനിച്ചു. കൊട്ടാരക്കര പെരുങ്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കില CSED ഫാം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവ സംബന്ധിച്ചുമുള്ള ക്ലാസുകൾ നടത്തി. CSED പ്രിൻസിപ്പൽ അയന ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ റാന്നി ബ്ലോക്കിൽ ആദ്യ ഹരിത സ്ഥാപന പദവി കരസ്ഥമാക്കി റാന്നി ഗ്രാമപഞ്ചായത്ത്.
പരിസ്ഥിതി പരിപാലനത്തിൻ്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ A+ ഗ്രേഡോടുകൂടി ഹരിത സ്ഥാപനമായി സാക്ഷ്യപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ G. അനിൽകുമാർ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് KR പ്രകാശിന് കൈമാറി. കുടുംബശ്രീ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന കറിപ്പൊടികൾ, മസാല ഉൽപ്പന്നങ്ങൾ, ധാന്യപ്പൊടികൾ എന്നിവ കുടുംബശ്രീ ബ്രാൻഡിൽ അവതരിപ്പിക്കുന്ന ബ്രാൻഡിംഗ് പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചു. ഒരേ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കുടുംബശ്രീ സംരംഭങ്ങളെ ഏകീകരിച്ച് ഒരു ബ്രാൻഡിൽ ഒരേ ഗുണനിലവാരത്തിലും പാക്കിങ്ങിലും പൊതുവിപണിയിൽ ലഭ്യമാക്കുകയാണ് ബ്രാൻഡിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രാൻഡിങ്ങിൻ്റെ ആദ്യപടിയായി കറിപ്പൊടികൾ, മസാല ഉൽപ്പന്നങ്ങൾ, ധാന്യപ്പൊടികൾ എന്നീ 12 ഇനം ഉൽപ്പന്നങ്ങളാണ് ബ്രാൻഡിംഗ് ചെയ്യുന്നത്. 2019-20 സാമ്പത്തിക വർഷം പൈലറ്റ് അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ ബ്രാൻഡിംഗ് നടത്തിയിരുന്നു. പിന്നീട് മലപ്പുറം, കോട്ടയം, തൃശൂർ, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലേക്ക് പദ്ധതി വ്യാപിപ്പിച്ചു. ഈ സാമ്പത്തിക വർഷം ശേഷിക്കുന്ന ജില്ലകളിലും ബ്രാൻഡിംഗ് നടത്തുന്നതിനുള്ള തുടക്കമായാണ് ജൂൺ 20, 21, 22 തീയതികളിൽ കണ്ണൂർ ജില്ലയിൽ ശില്പശാല സംഘടിപ്പിച്ചത്. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകൾ ബ്രാൻഡിംഗ് സംബന്ധിച്ച തങ്ങളുടെ അനുഭവങ്ങളും നേരിട്ട വെല്ലുവിളികളും ശില്പശാലയിൽ പങ്കുവച്ചു. ബ്രാൻഡിംഗ് ചെയ്തത് മൂലമുണ്ടായ ഗുണങ്ങളെക്കുറിച്ച് ഈ ജില്ലകളിലെ കുടുംബശ്രീ സംരംഭകർ വിശദമാക്കി. ശില്പശാലയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ബ്രാൻഡിംഗ് പ്രവർത്തനങ്ങളുടെ ഭാഗമായ യൂണിറ്റുകളിൽ സന്ദർശനവും സംഘടിപ്പിച്ചിരുന്നു. ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ രാമമംഗലം പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണം മൊബൈൽ ആപ്ലിക്കേഷൻ സഹായത്തോടെ കൂടുതൽ സുതാര്യമാകുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിരീക്ഷിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനായ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ മാലിന്യം രൂപപ്പെടുന്ന സ്ഥലങ്ങളുടെയും നിലവിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിക്കും. ഇതിലൂടെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം, കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം തുടങ്ങിയ വിവരങ്ങളും അറിയാം. ഗുണഭോക്താക്കൾക്ക് സേവനം ആവശ്യപ്പെടുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും ഫീസുകൾ അടയ്ക്കുന്നതിനും സൗകര്യമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സ്റ്റീഫൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മേരി എൽദോ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി ഞാറ്റുവേല ചന്തയും കൃഷിപാഠശാലയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MM ജോർജ് അധ്യക്ഷനായി. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ചെറുധാന്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ജിഞ്ചർ കാർട്ട്, പുന്നല് FPCയുടെ തിരുമാറാടി അഗ്രോ ഉൽപ്പന്നങ്ങൾ, പൊന്മണി കൃഷിക്കൂട്ടത്തിൻ്റെ ജാതിക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കോവൂർ അഗ്രിഫാമിലെ വിവിധ ഇനം വൃക്ഷത്തൈകൾ എന്നിവയുടെ സ്റ്റാളും ഒരുക്കിയിരുന്നു. സംയോജിത കീടനിയന്ത്രണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നെൽകൃഷിയെ സംബന്ധിച്ച് കൃഷിപാഠശാലയും ഒരുക്കിയിരുന്നു. സസ്യസംരക്ഷണ മേധാവികളായ MJ രാജലക്ഷ്മി, SL പ്രകാശൻ എന്നിവർ ക്ലാസ് നയിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. കോട്ടയം ജില്ലയിൽ പാമ്പാടി ബ്ലോക്കിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന തത്വം പൊതുബോധമാക്കി മാറ്റുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പൊതുജനങ്ങൾക്കായി പഞ്ചായത്ത് തലത്തിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം പഞ്ചായത്തിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. പഞ്ചായത്ത് പരിധിയിലുള്ള ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾ, തിരുനാളുകൾ എന്നിവ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുന്നതിന് സാധിച്ചു. ഹരിത കേരളം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യജ്ഞത്തിൽ എലിക്കുളം പഞ്ചായത്ത് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എലിക്കുളം പഞ്ചായത്തിൽപ്പെട്ട ഇളങ്കുളം ഇടവകപ്പള്ളിയിൽ 2021 ദൈവാലയ തിരുനാള് ഹരിത കേരളത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് കോവിഡ് നിയന്ത്രണങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വാർഡുകളിലെയും മിനി MCFും പഞ്ചായത്ത് തലത്തിൽ ഒരു മെയിൻ MCFും നിലവിൽ പ്രവർത്തിക്കുന്നു. മെയിൻ MCFിൽ
തരംതിരിച്ച പ്ലാസ്റ്റിക് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുക വഴി പഞ്ചായത്തിലെ അജൈവ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഹരിതകർമ്മ സേനയുടെ സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമായി LED ബൾബ് നിർമ്മാണവും റിപ്പയറിംഗ് പരിശീലനവും സോപ്പ് നിർമ്മാണ പരിശീലനവും നൽകി. ഇന്ന് നമ്മൾ ഹരിതകർമ്മസേനയുടെ 10 ദിവസത്തെ LED ബൾബ് നിർമ്മാണ പരിശീലന പരിപാടിയുടെ സമാപന ദിവസമാണിന്ന്. അപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും, കുടുംബശ്രീ CDSന്റെ എല്ലാ സപ്പോർട്ടും കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടന്നത്. പ്ലാസ്റ്റിക്കിന് ബദലായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. തെളിനീരൊഴുകും പുഴ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലുള്ള തോടുകൾ ശുചീകരിക്കുകയും മാലിന്യം വലിച്ചെറിഞ്ഞ് വീണ്ടും മലിനമാക്കാതിരിക്കുന്നതിനുള്ള ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലെ വനിതകൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വിജയഗാഥ സൃഷ്ടിക്കുകയാണ്. പദ്ധതിയുടെ പുതിയ സാധ്യതകൾ തേടുകയാണ് ഇവർ. റിപ്പോർട്ട്. കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു കൂട്ടം വനിതകൾ നാടിന് മാതൃകയാവുകയാണ്. ഈ പഞ്ചായത്തിലെ 1-16 വാർഡുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വനിതകൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെയും ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മാണത്തിനുള്ള പിറ്റുകളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ആദ്യപടിയായി ഉരുളികുന്നം അങ്കമ്പാടിക്ക് സമീപമുള്ള കട്ട നിർമ്മാണ യൂണിറ്റിൽ നിന്നും 100 കണക്കിന് സിമന്റ് കട്ടകളാണ് ദിവസേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ അനന്ത സാധ്യതകൾ തേടിയുള്ള ഇവരുടെ യാത്രയ്ക്ക് പഞ്ചായത്തിന്റെ അകമഴിഞ്ഞ സഹകരണമുണ്ട്. MGNRGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ സോക്ക് പിറ്റുകൾ, വളക്കുഴി, മഴക്കുഴി, വേസ്റ്റ് കുഴി എന്നിവ നിർമ്മിക്കാനും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ ബയോബിന്നും വീടുകളിലും സ്ഥാപനങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞു. ODF+ പദ്ധതി പ്രകാരം മാലിന്യ സംസ്കരണ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം 2021 നവംബർ 2 നടന്നു. ലോക ശൗചാലയ ദിനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേർന്ന് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികളെ ഉൾപ്പെടുത്തി ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൊതുക് നിർമ്മാർജ്ജന പരിശീലനവും നൽകി. അയൽക്കൂട്ടങ്ങൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വീട്ടമ്മമാർക്ക് ചപ്പുചവറുകൾ കത്തിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവും നൽകി വരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി, ജൈവ വൈവിധ്യം എന്നീ മേഖലകളിൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. കടലും കായലും പുഴയും കനോലി കനാലും പുഞ്ചക്കോൾ നിലങ്ങളുമെല്ലാം ചേരുന്ന ജലസമൃദ്ധവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ ഭൂമികയാണ് പെരുമ്പടപ്പ്. ഈ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. ജൈവവൈവിധ്യത്താൽ സമ്പന്നമായ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരിടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെയും ജൈവവൈവിധ്യത്തെയും പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു ആസൂത്രണ പ്രക്രിയയ്ക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് ഓഫീസ് കെട്ടിടം, സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂൾ, പ്രീമെട്രിക് ഹോസ്റ്റൽ തുടങ്ങി എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപനങ്ങളും സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെളിയങ്കോട് കോലാട്ടുകുളം, മാറഞ്ചേരിയിലെ മുളയ്ക്കൽക്കുളം എന്നിവ നവീകരിച്ചു. ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുന്നതിനും കുടിവെള്ളം സംരക്ഷിക്കുന്നതിനും ആയി പുറങ്ങ് വലിയ അറയ്ക്കൽ തോട്ടിൽ VCB നിർമ്മിച്ചു. ഇതിനു പുറമെ മഠത്തിൽ തോട്ടിലും ചാങ്കൽ തോട്ടിലും നിർമ്മിച്ച VCBകളും ജലലഭ്യത ഉറപ്പുവരുത്തുന്നു. പുഞ്ചക്കോൾ നിലങ്ങളിൽ നാടൻ മത്സ്യങ്ങൾക്കും കായൽ ജീവികൾക്കും ദേശാടന പക്ഷികൾക്കും സംരക്ഷണം ഒരുക്കുന്നതിനും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും ജനകീയ ഇടപെടലുകളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ജൈവസമ്പത്ത് നിലനിർത്തുന്നതിനും തീരശോഷണം ചെറുക്കുന്നതിനും കണ്ടൽ നഴ്സറി സ്ഥാപിച്ച് വ്യാപകമായി കണ്ടൽ തൈകൾ വച്ചുപിടിപ്പിച്ചു. ഇതിനു പുറമെ പെരുമ്പടപ്പ്, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തുകളിലെ കടൽ തീരങ്ങളുടെ സംരക്ഷണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യാപകമായി കാറ്റാടിത്തൈകൾ നട്ടുപരിപാലിച്ചു പോരുന്നു.
സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡുമായി ചേർന്ന് മണ്ണൊരുക്കം വിത്തുത്സവം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ശില്പശാലയും നടത്തുകയുണ്ടായി. മലപ്പുറം ജില്ലയുടെ നെല്ലറയാണ് പെരുമ്പടപ്പ്. ബ്ലോക്കിന് കീഴിൽ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിച്ച് കോൾപ്പാട കർഷകർക്കാവശ്യമായ നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. രുദ്രാക്ഷം, കൂവളം, ദശമൂലം, ശതാവരി, നെല്ലി, താന്നി, കടുക്ക, നാഗലിംഗ, ദന്തപ്പാല, അശോകം, കച്ചോലം, ഓരില, കരിനൊച്ചി, അയ്യപ്പന, കൊടുവേലി എന്നിങ്ങനെ 35ലധികം സ്പീഷീസുകളിൽപ്പെട്ട 1500ലധികം ഔഷധ ചെടികളും വൃക്ഷങ്ങളും നട്ടുപരിപാലിക്കുന്ന മാതൃക ഔഷധത്തോട്ടവും മറ്റൊരു പ്രധാന പ്രവർത്തനമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്ക് വൈവിധ്യമാർന്ന ഫലവൃക്ഷ തൈകൾ വാങ്ങുകയും തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നട്ടുപരിപാലിക്കുകയും ചെയ്തുവരുന്നു. നാടൻ കിഴങ്ങുവിളകളുടെ കൃഷി വ്യാപകമാക്കിയും ചെറുധാന്യം, രാമച്ചം, സുഗന്ധവിളകളുടെ വ്യാപനം അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയും ഈ മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിവരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജലസംരക്ഷണ രംഗത്ത് മികവുറ്റ ഇടപെടലുകൾ നടത്തുന്നു. മണ്ണ് ജലസംരക്ഷണത്തിനായി ഭൂമി തട്ടുതിരിച്ചും തോടുകൾ, കുളങ്ങൾ എന്നിവ നവീകരിച്ചും അന്യം നിന്നു പോകുന്ന വിളകൾ നട്ടുവളർത്തിയും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനും ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തിവരുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കിലയിലെ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർ എസ് ശ്രീകുമാർ സാറാണ്. കാലാവസ്ഥാ വ്യതിയാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. സർ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം എന്നുള്ളത്. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനം? ഒന്ന് വിശദീകരിക്കാമോ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ 1-2 കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം മാത്രമല്ല, അത് കഴിഞ്ഞ ഒരു 30 വർഷത്തോളം എങ്ങനെയായിരുന്നു കാലാവസ്ഥാ ഘടകങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്, അതിനെയാണ് ശരിക്കും നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് നമ്മൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ കാലാവസ്ഥ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ മാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ കാലാവസ്ഥാ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം താപനില നമുക്കറിയാം, അതുപോലെ തന്നെ മഴയുടെ വിതരണ രീതി, മഴയുടെ ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ കാറ്റിൻ്റെ ശക്തി, അതുപോലെ തന്നെ എത്രമാത്രം ഹ്യൂമിഡിറ്റി, അതായത് അന്തരീക്ഷത്തിൽ എത്ര ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ട്, ഇതൊക്കെ കാലാവസ്ഥാ ഘടകങ്ങളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി ഭയങ്കര യുണിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ ഒരു 10 വർഷം നമ്മളൊന്ന് പരിശോധിക്കുമ്പം കാലാവസ്ഥയിൽ വലിയ മാറ്റവും ഘടകങ്ങളിലുള്ള മാറ്റവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, മഴ തന്നെ നമ്മളെടുക്കുക. ആ മഴയുടെ വിതരണ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിതീവ്ര മഴയുടെ ദിനങ്ങൾ, ഒരു വർഷത്തിലുണ്ടാകുന്ന ദിനങ്ങളും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ അതിതീവ്ര മഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മളിന്ന് കാണുന്നത്. അതായത് ഒരു ദിവസം ഏതാണ്ട് 204.5 മില്ലിമീറ്റർ കൂടുതൽ 24 മണിക്കൂർ മഴ പെയ്യുന്ന അത്തരം ദിനങ്ങൾ ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു. അതുപോലെ തന്നെ താപനില നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഏതാണ്ട് നമ്മുടെ ഒരു ശരാശരി
താപനിലയെക്കാട്ടിലും 4.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ ഹീറ്റ് വേവ് എന്ന് നമ്മൾ പറയുന്നത്, ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഹീറ്റ് വേവ് 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്നു. ആ ഹീറ്റ്, അതെ, പാലക്കാട് മാത്രമല്ല, പാലക്കാട് ആയിരുന്നു നമുക്ക് പണ്ടും പല ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ആലപ്പുഴയിലും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരും ഒക്കെ ഇത്തരത്തിലുള്ള തരംഗങ്ങളും ഉഷ്ണതരംഗങ്ങൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതലായിട്ട് സ്പ്രെഡ് ആവാം, ഇന്ന് കൂടിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലേക്കും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് താപനിലയെപ്പറ്റി പറയുന്നത്. മറ്റൊന്ന് കാറ്റാണ്. കാറ്റിനും വലിയ ഒരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. കാറ്റെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള കാറ്റാണ്. അതായത് ഒരു പ്രദേശത്ത് മാത്രം ചുറ്റി വരുന്ന കാറ്റ്, ഒരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ ഒരു പ്രദേശത്ത് ചുറ്റി വരുന്ന കാറ്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഗസ്റ്റിനാഡോ എന്ന് പറയുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമായിട്ട് ഇന്ന് മാറുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ കൂടുതലാണ്. ഒരു പ്രത്യേക സ്ഥലം മാത്രമാണ് അത് കേന്ദ്രീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത് കേരളത്തിൽ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പം താപനില കൂടുന്നു, താപനിലയോടൊപ്പം തന്നെ ഈ ഈർപ്പത്തിൻ്റെ അളവും കൂടുന്നു. ഇത് രണ്ടും കൂടെ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക, മനുഷ്യൻ എങ്ങനെയാണ് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് എങ്ങനെയാണ് സസ്യജാലങ്ങൾക്കത് അനുഭവപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് താപസൂചിക എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ താപസൂചിക ഇന്ന് വളരെയധികം വർദ്ധിച്ചു. ഇതുണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ കൂടുതലാണ്. അത് മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, അതുപോലെ തന്നെ ഭൂമികുലുക്കം ഉണ്ടായി. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പം ഭൂചലനം എന്ന് പറയുന്നത് നമുക്കൊരു കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ക്ലൗഡ് ബേസ്റ്റ് കേരളത്തിലെ ഒരു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ ഈ ക്ലൗഡ് ബേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അതിതീവ്ര മഴയുടെ ഒരു ഭാഗമാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ, അതായത് 100 മില്ലിമീറ്റർ മഴ ഇത്രയും പ്രദേശത്ത് ഏതാണ്ട് 1 മണിക്കൂറിൽ പെയ്യുമ്പോഴാണ് നമ്മളതിനെ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ മേഘവിസ്ഫോടനം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘവിസ്ഫോടനം ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ വേണമെങ്കിൽ അതൊരു ലഘു മേഘവിസ്ഫോടനം എന്നോ, അതായത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി, ഈ മഴയുടെ അളവിൽ കുറവുള്ള ഏതാണ്ട് 60-70 മില്ലിമീറ്റർ മഴ 1 മണിക്കൂറിൽ പെയ്യുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ, അത്തരം ദിവസങ്ങൾ ഇന്ന് കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ ആഘാതങ്ങൾക്ക് ഇന്ന് വഴിവെക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പ്രാദേശിക സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതെ, കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് പല പ്രകൃതിക്ഷോഭങ്ങളും ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2018 ഫ്ലഡ് നമുക്ക് അറിയാം, 19 വെള്ളപ്പൊക്കം നമുക്കറിയാം, 20 21 ഒക്കെ വെള്ളപ്പൊക്കം വളരെ വലിയ തരത്തിൽ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം മലമ്പ്രദേശങ്ങളിൽ, ഈ മലയോര മേഖലകളിലൊക്കെ ഉരുൾപൊട്ടൽ വളരെയധികം കൂടി. അതിനോടൊപ്പം തന്നെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. പെട്ടെന്ന് ഒരു പ്രദേശത്തെ, പ്രത്യേകിച്ച് വെട്ടുകൽ പ്രദേശങ്ങളിൽ താഴെയുള്ള വെട്ടുകല്ലിനകത്തുള്ള കളിമണ്ണ് ഒഴുകിപ്പോകുന്നത് കൊണ്ട് പല പ്രദേശങ്ങളിലും ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥയും ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ചുഴലിക്കാറ്റാണ്. ചുഴലിക്കാറ്റ് നമുക്ക് 2017 ഓഖി കേരളത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനൊരു സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര പരിചിതമല്ലായിരുന്നു. 2017 നമുക്ക് ഓഖി അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും നമുക്ക് പല സൈക്ലോണിൻ്റെയും ചുഴലിക്കൊടുങ്കാറ്റിൻ്റെയും ഭീഷണി നമുക്കുണ്ടായിട്ടുണ്ട്. വലിയ തരത്തിൽ നമ്മുടെ കരയിൽ ആഞ്ഞടിച്ചില്ല എന്ന് മാത്രം, പലതും നമ്മുടെ അറേബ്യൻ സീയിലൂടെ പല സൈക്ലോണുകളും കടന്നുപോയി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അപ്പോൾ ഇത് അറേബ്യൻ കടലിൽ ചൂട് പിടിക്കുന്നതോടുകൂടി
കേരളത്തിൽ ചുഴലിക്കൊടുങ്കാറ്റിന് സാധ്യത ഇന്ന് വളരെയധികം വർദ്ധിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ടുള്ള കരുതലുകൾ തീരപ്രദേശങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് ഈ ഇടിമിന്നലാണ്. കേരളത്തിൽ ഒരുപക്ഷേ മരണം സംഖ്യ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് ഇടിമിന്നൽ കൊണ്ടാണ് ഒരു വർഷത്തിൽ. അത്രയേറെ ഒരു എൻസസിൻ്റെ ഒരു പഠനത്തിൽ കാണിക്കുകയുണ്ടായി. ഏതാണ്ട് 60-70 പേരൊക്കെ ഒരു വർഷത്തിൽ ഇടിമിന്നൽ മരിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രദേശത്തല്ല സംഭവിക്കുന്നത്. കേരളത്തിൽ ഒന്ന് കാസർഗോഡായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം തിരുവനന്തപുരത്തായിരിക്കും. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് പലപ്പോഴും അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതൊരു വലിയ പ്രകൃതിക്ഷോഭം നമുക്ക് ഭീഷണിയാകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അവയർനെസ്സൊക്കെ നമുക്ക് ജനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇടിമിന്നലും അതേപോലത്തെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രാദേശിക തലത്തിൽ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തടുത്തു നിർത്താൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പറ്റുക? കാലാവസ്ഥയെ നമുക്ക് തടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ട്, അതിൻ്റെ ആഘാതം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ആഘാതമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുക എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു റൂട്ട് കോസ്, പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും കാർബൺ കൂടുതൽ അന്തരീക്ഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർബൺ എമിഷനെ നമുക്ക് കുറയ്ക്കാവുന്ന ലഘൂകരണ മാർഗങ്ങൾ എന്തൊക്കെ ലഘൂകരിക്കാൻ, നമുക്ക് ഏതൊക്കെ തരത്തിൽ ലഘൂകരിക്കാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 1 അതിജീവനം, 2 അത് കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള പദ്ധതികളുമായിട്ട് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സംസ്ഥാന തലത്തിൽ നമുക്ക് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ, SAPCC, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളിപ്പം പ്രാദേശിക തലത്തിൽ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, പ്രാദേശിക കാലാവസ്ഥ കർമ്മ പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു രേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കൊന്നും ഇത്തരത്തിൽ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലൊന്നും ഈ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല. ഇത് നമ്മുടെ കേരളം ആണ് അതിൻ്റെ ഒരു മാതൃകാപരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഏതാണ്ട് 266 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിലയുടെ സഹായത്താൽ തീർച്ചയായിട്ടും അത് ജനകീയമായിട്ട് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് ഈ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കില അതിനുള്ള സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവർ ഈ കാലാവസ്ഥ ഘടകങ്ങൾ ഏതാണ്ട് 1976 മുതൽ 2099 വരെയുള്ള കാലാവസ്ഥ ഘടകങ്ങളുടെ മാറ്റങ്ങൾ, അത് ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള എങ്ങനെയാണ് ഓരോ ഘടകങ്ങളിലുമുള്ള മാറ്റം, താപനിലയിൽ എങ്ങനെയാണ് പ്രാദേശിക തലത്തിൽ മാറ്റം വരുന്നത്, മഴയുടെ അളവ് എങ്ങനെയാണ് പ്രാദേശിക തലത്തിൽ വ്യത്യാസപ്പെടുന്നത് കഴിഞ്ഞ 50 വർഷം. മാത്രമല്ല അതെങ്ങനെയാണ് അടുത്ത 10-50 വർഷം എങ്ങനെയായിരിക്കും നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ എങ്ങനെയായിരിക്കും ഈ ഘടകങ്ങളുടെ മാറ്റമുണ്ടാകുന്നത് എന്നും കൂടി ഈ ലോക്കൽ ആക്ഷൻ പ്ലാൻ പ്രാദേശിക കാലാവസ്ഥാ കർമ്മ പദ്ധതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡേറ്റ നമുക്ക് നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഈ ഡേറ്റ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രേഖ ഉണ്ടാക്കുമ്പോൾ കിലയാണ് ഈ രേഖയിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇതുണ്ടാക്കാനുള്ള പരിശ്രമങ്ങളും ഒക്കെ കിലയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇത് എത്ര പഞ്ചായത്തുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പമ്പ നദി ബേസിൻ
പമ്പാ നദീ ബേസിൽ 4 ജില്ലകളാണ് നമുക്കുള്ളത്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട. ഈ 4 ജില്ലകളിലെയും 266 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 216 പൂർത്തീകരിച്ചു. അതിലൊരു 49 നമ്മൾ അന്തിമമാക്കി. പക്ഷേ ഒരു ഫൈനൽ അപ്രൂവൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തരാറുണ്ട്. അങ്ങനെ അത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഉപരിയായിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഇപ്പം എടവണ്ണ എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അവർ ലോക്കൽ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് കില സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മുരിയാടെന്ന് പറഞ്ഞ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ലോക്കൽ ആക്ഷൻ പ്ലാൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കില സഹായിക്കാൻ ആദ്യത്തെ പ്രാരംഭ തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് ചെയ്യാനുള്ള അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലാബ്സിസിയുടെ ഒപ്പം നമ്മൾ കേൾക്കുന്ന മറ്റൊരു പേരാണ് DM പ്ലാൻ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മൾ DM പ്ലാൻ 2019 എനിക്ക് തോന്നുന്നത് 19-20 ആയപ്പോഴത്തേക്ക് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നമ്മൾ DM പ്ലാൻ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത? നമ്മൾ ആ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങൾക്കാണ് അവിടെ സാധ്യത, എവിടെയൊക്കെയാണ് അതിൻ്റെ സാധ്യത, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും ഇപ്പം വരൾച്ചയാണോ, വെള്ളപ്പൊക്കമാണോ, ഉരുൾപൊട്ടലാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളാണോ അതിന് സാധ്യത എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് ഇത് ആ രേഖയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് അവിടെ എങ്ങനെയാണ് ഇത് പ്രതികരണശേഷി അവിടെ വർദ്ധിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളിൽ, അതിനുവേണ്ടി എമർജൻസി റെസ്പോൺസ് ടീമിനെ നമ്മൾ സജ്ജമാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആ പ്രദേശത്തിൻ്റെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ശേഷിയും അവരുടെ കുറവും, കാരണം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കാനും റെസ്പോണ്ട് ചെയ്യാനും പ്രതികരിക്കാനും അവിടെ എത്താനും, അവിടെ ഉപകരണങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ചിലപ്പോൾ മരം വീണു, അതിനെ വെട്ടിമാറ്റേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ പമ്പ് ചെയ്യേണ്ട മെഷീനറി വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഭവങ്ങളും ഫെസിലിറ്റീസൊക്കെ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു രേഖയാണ് DM പ്ലാൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാ വർഷവും ഇത് പുതുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലാബ്സിസി അതുപോലെ തന്നെ DM പ്ലാൻ തയ്യാറാക്കുന്നതിൽ കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രത്തോളം മുന്നിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതാണ്, കേരളമാണ് ഇതിൻ്റെ ഒരുപക്ഷെ മാതൃകാപരമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. നമ്മൾ ഇത് കേരളത്തിലെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള, കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗൈഡ് ലൈനിലും മുനിസിപ്പാലിറ്റി ഗൈഡ് ലൈനിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് DM പ്ലാൻ എന്തായാലും ഉണ്ടാക്കിയേ മതിയാവും, അത് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാന കർമ്മ പദ്ധതിയും ഉണ്ടായിരിക്കണം, അത് തയ്യാറാക്കണം എന്ന് ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മുഴുക്കെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ പ്രധാനപ്പെട്ട 2 രേഖകളും DM പ്ലാനും അതുപോലെ തന്നെ ലാബ്സിസിയും ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെത് ഏത് രൂപത്തിലായിരിക്കും സർ വിശദീകരിക്കാം? നമുക്കിവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഈ രേഖ ഉണ്ടാക്കുക എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ രേഖ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിവിധികളും അങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ രേഖയിൽ എന്തൊക്കെ ഇടപെടലുകളാണ് നടത്താൻ പറ്റുന്നത്, ആ പഞ്ചായത്തിൻ്റെ വിഭവങ്ങളനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രോജക്റ്റുകൾ അവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ രേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ എടുക്കുമ്പം ഏത് പ്രോജക്റ്റാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻസികളുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രേഖയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് സമിതി ഈ 2 രേഖകളും പരിശോധിച്ചുകൊണ്ട് അവർ എന്തൊക്കെയാണ് അവർക്ക് ഈ വർഷം വേണ്ട പ്രയോറിറ്റി നിശ്ചയിക്കണം, മുൻഗണന നിശ്ചയിക്കണം.
അതായത് ഇത് ഏത് പ്രോജക്റ്റ്, ദുരന്ത നിവാരണവും അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോജക്റ്റാണ് ഈ വർഷം വേണ്ടത്, അടുത്ത വർഷം ഏതാണ് വേണ്ടത്, അങ്ങനെ നമുക്കൊരു മുൻഗണനാ ക്രമം നിശ്ചയിച്ചുകൊണ്ട്, അത് ഭരണസമിതിയുടെ ചുമതലയാണ്, അതനുസരിച്ചിട്ട് അത് ഫിക്സ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എടുക്കുകയും അത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിലേ അത് ഇംപ്ലിമെൻറ്റേഷൻ ആവുന്നുള്ളൂ. അതാണ് നമ്മൾ ഈ രേഖകൾ ഉണ്ടാക്കുക മാത്രമല്ല, അത് വാർഷിക പദ്ധതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ബോഡി വേണം. അതാരാണ് നമ്മുടെ കേരളത്തിൽ? ഓക്കെ, നമുക്ക് ഇപ്പം കേരളത്തിൽ നമ്മളിപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പമ്പാ നദി ബേസിനിൽ ഇത് ഒരു ലോകബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റാണ്. നമ്മൾ P4R പ്രോഗ്രാം ഫോർ റിസൾട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. നമ്മളൊരു ടൂള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അത് നമ്മുടെ കിലയുടെ ഒരു സംരംഭമാണ്. കിലയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ആ ടൂള് ഡെവലപ്പ് ചെയ്ത്. ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങൾക്ക് തന്നെ അതൊരു മാതൃകയായിരിക്കും. ഈ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഫണ്ടുകളും നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ ഫണ്ടുകളിൽ എത്ര ശതമാനം, മനസ്സിലായല്ലോ, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് നമ്മൾ പരിശോധിക്കാൻ DCAT2 എന്ന് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സുലേഖയിൽ വരുന്ന ഓരോ വിഷയമേഖലയിലും വരുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെ ഫണ്ട്, അതെങ്ങനെ നടപ്പാക്കി, അതിനെയും ഏതെങ്കിലും പ്രോജക്റ്റുകൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ. ചില പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പാക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അത്തരം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് മാർക്കിട്ട് ഓരോ പ്രോജക്റ്റിനും സ്കോറ് നൽകി നമ്മളതിനെ മോണിറ്റർ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.